ജയ് ശ്രീരാമകൃഷ്ണ. നമ്മളപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞു വന്നത് അന്നം കഴിക്കുന്നതിനെ കുറിച്ചാണ്, ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചാണ്. ആഹാരം നമ്മുടെ ആമാശയത്തിലേക്ക് ചെല്ലുന്നു എന്ന് പറയുന്ന ഒരു ഈറ്റിംഗ് പ്രോസസ് എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിലും അതൊരു വലിയ യാഗം കൂടിയാണ്, യജ്ഞം കൂടിയാണ് എന്നാണ് ഭഗവാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നു, എല്ലാ ജീവജാലങ്ങളിലും ഈ ഉള്ളിൽ, ഈ ശരീരത്തിൽ വൈശ്വാനരൻ, അതായത് അഗ്നിയായിട്ട് വൈശ്വാനരൻ്റെ രൂപം സ്വീകരിച്ച് ഞാൻ തന്നെയാണ് ഇതെല്ലാം ഭക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ആഹാരം കഴിക്കുന്നത്, നമ്മൾ എന്ത് തരം ഭക്ഷണം കഴിക്കുന്നത് എല്ലാം തന്നെ ഈ വൈശ്വാനരനെ നേദിക്കുന്നത് പോലെയാണ്, ആ യാഗത്തിലേക്ക് ഹഫിസായി അർപ്പിക്കുന്നത് പോലെയാണ്. അങ്ങനെ ഒരു യജ്ഞമാണ് യഥാർത്ഥത്തിൽ ആഹാരം. ആ ആഹാരത്തിൻ്റെ രീതികളാണ് പിന്നീട് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ് വൈശ്വാനരൻ, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ ഉള്ളിലിരിക്കുന്ന വൈശ്വാനരൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പ്രാണൻ, അപാനൻ, ഇതാണ് രണ്ട് രീതി. പ്രാണൻ എന്ന് പറയുന്നത് അകത്തേക്ക് വലിക്കുന്ന ശ്വാസം, അപാനൻ എന്നത് പുറത്തേക്ക് തള്ളുന്ന ശ്വാസം. അപ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അകത്തേക്ക് വലിക്കുന്ന ഓക്സിജൻ, പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന അപാനൻ. അപ്പോൾ ഈ പ്രാണൻ്റെയും അപാനൻ്റെയും, പ്രാണൻ പോയി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഓക്സിജൻ വരുന്നത് നിന്നു പോയി, അതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇവിടെ ഈ വൈശ്വാനരനാണ് അകത്തിരുന്ന് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ വൈശ്വാനരൻ എന്ന ഈശ്വരീയ സങ്കല്പത്തിലേക്ക് നമ്മൾ നൽകുന്ന ആ ഹഫിസാണ് നമ്മളുടെ ഓരോരോ പ്രവർത്തനങ്ങൾ. ഈ ശ്വാസം പോലും ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകം, പുരുഷോത്തമ യോഗം എന്ന അധ്യായം, അത് ഭഗവാൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അഹൗ വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാൻ ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്യം ചതുർവിധം. ഞാൻ തന്നെയാണ് സമസ്ത പ്രാണികളുടെയും ശരീരത്തിൽ ജീവരൂപേണ കടന്ന് ജഠരാഗ്നിയായി പ്രാണൻ, അപാനൻ എന്ന വായുക്കളോട് ചേർന്ന്
4 പ്രകാരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നത്. ഈ 4 തരത്തിലാണ് ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഏതാണ് ഈ 4 തരം? ഒന്ന് ഖാദ്യം, മറ്റൊന്ന് ഭോജ്യം, പിന്നൊന്ന് ലേഹ്യം, പേയം. ഖാദ്യം പല്ലുകൊണ്ട് കടിച്ച് കഴിക്കുന്നത്, ഭോജ്യം വിഴുങ്ങുന്നത്, അടുത്തത് ലേഹ്യം നക്കി കഴിക്കുന്നത്, പേയം കുടിക്കുന്നത്. അപ്പം ഈ 4 തരത്തിലും ഞാൻ തന്നെയാണ്, ഈ ഉള്ളിലിരിക്കുന്ന ഈ വൈശ്വാനരനായ ഞാൻ തന്നെയാണ് ഇതെല്ലാം ഭക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു ഭാഗം അതേ പുരുഷോത്തമയോഗത്തിൽ 15-ാം അധ്യായത്തിലെ അടുത്ത ശ്ലോകം, 15-ാം ശ്ലോകം കൂടെ ഒന്ന് നോക്കാം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനഞ്ച വേദൈശ്ച സർവൈരഹവേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേവ ചാഹം. ഇത് തുഷ്ടുപ്പ് ഇതിലായത് തുഷ്ടുപ്പ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ രാഗത്തിന് വ്യത്യാസം വരുന്നത്. നേരത്തെയുള്ള 2 രീതിയിലാണ്, തുഷ്ടുപ്പും അനുഷ്ടുപ്പും. കൂടുതലും അനുഷ്ടുപ്പിലാണ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ, ഇത് തുഷ്ടുപ്പിലാണ്. തുഷ്ടുപ്പിലായതുകൊണ്ടാണ് ഈ നല്ല മനോഹരമായ ഈണം. ഞാൻ പാടുന്നത് അത്ര മനോഹരമല്ല, എന്നാലും ആ ഈണം അതാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, പരമാത്മാവായ ഞാൻ ജീവികളുടെ ഹൃദയത്തിൽ അന്തര്യാമിയായി കുടികൊള്ളുന്നു. മത്തസ്മൃതിർജ്ഞാനമപോഹനഞ്ച, എന്നിൽ നിന്നാണ് ഓർമ്മയും മറവിയും അറിവും നിരാകരണവും ഉണ്ടാകുന്നത്. എന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഓർമ്മയും എല്ലാം ഉണ്ടാകുന്നത് എന്നിൽ നിന്നാണ്. വേദൈശ്ച സർവൈരഹമേവ വേദ്യോ, അതായത് എല്ലാ വേദങ്ങളിലും അറിയപ്പെടേണ്ട വസ്തു ഞാൻ തന്നെയാണ്. വേദാന്ത കൃദ്വേദ വിദേവ ചാഹം, ഞാൻ തന്നെയാണ് വേദാന്ത കർത്താവും ഞാൻ തന്നെയാണ് വേദജ്ഞനും. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് പോലെ നമ്മുടെ ഒരു ഭക്ഷണക്രമം പോലും അതാണ് നമ്മൾ ഈ ഭാഗത്ത് വിശദീകരിക്കുന്ന ഭാഗം. അപ്പോൾ ഇനി നമുക്ക് അതെന്താണെന്ന് അതിൻ്റെ പൂർണ്ണമായ ഇതിലേക്ക് കേൾക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇനി ഓഡിയോ ആണ്, വീഡിയോ അല്ല. അപ്പോൾ ആ ഓഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ഈ ഭാഗം മുഴുവൻ നമ്മളവിടെ വിശദീകരിക്കുന്നുണ്ട്. ജയ് ശ്രീരാമകൃഷ്ണ. ഇനി എങ്ങനെയാണ് ഈ വൈശ്വാനരൻ അകത്തിരുന്ന് പ്രവർത്തിക്കുന്നത്? ഈ അകത്തിരുന്ന് പ്രവർത്തിക്കുന്ന വൈശ്വാനരൻ വെറുതെ ഇരിക്കുകയല്ല, ഒരു പ്രവർത്തനമുണ്ട് വൈശ്വാനരൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രാണൻ നിലനിർത്തുന്നത്, ഈ പ്രാണൻ എന്ന് പറയുന്നതാണ് ഈ വൈശ്വാനരൻ. നമ്മുടെ പ്രാണൻ പോയി എന്ന് പറയുന്നത് ഈ വൈശ്വാനരൻ. അതാണ് പറയുന്നത്, എല്ലാ ജീവജാലങ്ങളിലും ഞാൻ വൈശ്വാനരനായി അകത്തിരിപ്പുണ്ട്. ഞാൻ എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ അർത്ഥമാണ് പ്രാണൻ പോയി എന്ന് പറയുന്നത്, നമ്മുടെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാണൻ അകത്തുണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിൽ പ്രാണനുണ്ടെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാകും? വളരെ സിമ്പിളല്ലേ? ശ്വാസം അകത്തോട്ട് വലിക്കുന്നതും പുറത്തോട്ട് വിടുന്നതും, അതാണ് പ്രാണൻ. അകത്തോട്ട് ശ്വാസം വലിക്കുകയും പുറത്തേക്ക് ശ്വാസം വിടുന്ന ആളാണ് പ്രാണനുള്ള ആൾ. ഈ ശ്വാസം നിലയ്ക്കുമ്പോൾ അതിന് എന്ത് പറയും? പ്രാണൻ പോയി. പ്രാണൻ എന്ന് പറയുന്നത് ഈ പ്രോസസ്സാണ്. നമ്മൾ ഒരു ശ്വാസത്തെ അകത്തോട്ട് വലിക്കുന്നതും ഒരു ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നത്. നേരത്തെ സ്വാമി പറഞ്ഞില്ലേ, ഓക്സിജനെ അകത്തോട്ട് സ്വീകരിക്കുകയും, അത് സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ, ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ്. ഓക്സിജനെ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നു. ജീവജാലങ്ങൾ, ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇങ്ങോട്ട് എടുക്കുന്നു, ഓക്സിജനെ പുറത്തുള്ളൂ. അപ്പോൾ നമുക്കത് കിട്ടുന്നു. എത്ര കൃത്യമായിട്ടാണ് ലോകം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെടികളും കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളിയുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഒരു സെക്കൻഡിൽ ചത്തുപോകും. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ഒരു ഇതിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റില്ല. ഓക്സിജൻ ഇല്ലാതെ കിണറ്റിൽ ഇറങ്ങുന്നവർ മരിച്ചു പോകുന്നത് അങ്ങനെയാണ്. ആദ്യം ഇട്ട് നോക്കുന്നത് എന്താണ്? ഒരു ചൂട്ട് കത്തിച്ച് കിണറ്റിലേക്ക് ഇറക്കി നോക്കും.
അകത്ത് ഓക്സിജൻ ഉണ്ടോ എന്ന്. എന്നിട്ടേ കിണറിനകത്ത് ഇറങ്ങുള്ളൂ, പഴയ കിണറിനകത്തൊക്കെ ഇറങ്ങുള്ളൂ. കാര്യം കുറേ കഴിയുമ്പോൾ തീ കെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഓക്സിജൻ ഇല്ല, താഴെ ഇറങ്ങരുത്. അപ്പോൾ ഈ ഓക്സിജൻ അകത്ത് നിൽക്കുന്നത് അത് അഗ്നി, ഈ വൈശ്വാനരൻ എന്ന് പറയുന്നതാണത്. അപ്പം അതിനിവിടെ പറയുന്നത്, പ്രാണനെ പറയുന്നത് അകത്തേക്ക് വലിക്കുന്നത് പ്രാണനും പുറത്തേക്ക് പോകുന്നത് അപാനന്. ഇങ്ങനെ രണ്ട് ഘടനയിലാണ് നമ്മൾ ഈ പ്രാണൻ ശ്വാസം വലിക്കുന്നത്. അപ്പോൾ ഈ വൈശ്വാനരന് നമ്മൾ ആഹാരം നൽകണം. ഈ പ്രാണനാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത്, പ്രാണൻ നിലനിർത്താനാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. ഈ പ്രാണൻ ആഹാരം കൊടുക്കുന്നത് 4 തരത്തിലാണ്. എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം 4 തരത്തിലാണ് ഈ ആഹാരം അകത്തേക്ക് കൊടുക്കുന്നത്. ആദ്യത്തെ ആഹാരം അകത്ത് കൊടുക്കുന്ന വിധത്തിന് ഖാദ്യം എന്നാണ് പേര്. ഖാദ്യം എന്ന് പറയും. ആ വാക്ക് നമ്മൾ ഓർക്കാൻ പറ്റില്ല. കടിച്ച് പൊട്ടിച്ച് തിന്നുന്ന സാധനം, ചിക്കൻ കാല്, ഉപ്പേരി, അതായത് പല്ലുപയോഗിച്ച് കടിച്ച് പറിക്കുന്നതെല്ലാം ഖാദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ഖാദ്യം കുറവാണ്. മനുഷ്യർക്ക്, മൃഗങ്ങൾക്കാണ് ഖാദ്യത്തിൻ്റെ ഉപയോഗം കൂടുതൽ. പല്ലുകൊണ്ട് കടിച്ച്, ഇപ്പോൾ സിംഹമൊക്കെ പല്ലുപയോഗിച്ചാണ്. മനുഷ്യൻ പല്ലുപയോഗിച്ചല്ല, പല്ലുപയോഗിച്ച് ഇപ്പോൾ ഈ ഉപ്പേരിയൊക്കെ തിന്നണമെങ്കിൽ പല്ല് വേണം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ പല്ലിൻ്റെ ഒരു അംശം, ഈ മാംസം കഴിക്കുമ്പോഴാണ് പല്ലിൻ്റെ ആവശ്യം കൂടുതൽ. പച്ചക്കറി കഴിക്കുന്നവർക്ക് പല്ലിൻ്റെ ആവശ്യം വളരെ കുറവാണ്. വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ഒന്നും കഴിക്കാൻ പല്ലിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ വായിൽ വെച്ചങ്ങ് ഞെക്കിയാൽ മതി. ആ സമയം ഇറച്ചിയാകുമ്പോൾ അത് പറ്റില്ല, കടി വേണം. അപ്പോൾ ഈ മൃഗങ്ങളും അതാണ്. മൃഗങ്ങളും ഈ സിംഹമൊക്കെ ഇറച്ചി കടിച്ച് തിന്നുന്നത് പല്ലുപയോഗിച്ച് കടിച്ചാണ് ആ ഇറച്ചിയെ പദം വരുത്തിയിട്ടാണ് ഉമിനീരിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് അകത്തേക്ക് വിടുന്നത്. എങ്കിലേ അവരുടെ വൈശ്വാനരൻ അത് സ്വീകരിച്ച് ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വൈശ്വാനരൻ അത് ഉദ്ദേശിച്ചല്ല ഇരിക്കുന്നത്. അപ്പോഴും നമ്മളത് കൊടുക്കുമ്പോൾ വൈശ്വാനരൻ ഗതി കെട്ട് അതങ്ങ് ശരിയാക്കി തരും. അപ്പോഴാണ് ആയുസിൻ്റെ വലിപ്പം കുറഞ്ഞു വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഖാദ്യത്തിൽ വരുന്നത്. നമ്മൾക്കെല്ലാവർക്കും മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും സ്വീകരിക്കാവുന്നത് ഭോജ്യമാണ്. ഭോജ്യം എന്ന് പറയുന്നത് വിഴുങ്ങുന്നതിനാണ്. നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും വിഴുങ്ങലാണ്. അപ്പോൾ വായിൽ ഇട്ട് നമ്മളിങ്ങനെ ഒന്ന് ഞെക്കുക അമക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അതിൻ്റെ ഒരു 95% പ്രോസസ്സും അങ്ങ് ഇറങ്ങിപ്പോക്കാണ്. ഉരുട്ടി ഒരൊറ്റ വിടലാണ്. അപ്പോൾ തൊണ്ട തൊടാതെ താലോട്ടങ്ങ് പോകുമെന്ന് പറയുന്നതിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ഗുളിക കഴിക്കുന്ന പോലെ. അപ്പോൾ നേരെ ചൊവ്വേ കഴിക്കാത്തത് കൊണ്ടാണ് പിന്നീട് ഈ ഭോജ്യം ഗുളികയായിട്ട് ഭോജ്യമായി മാറുന്നത്. കാര്യം തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടി വരും ഈ ഗുളികയല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭോജ്യമാണ് നമ്മൾ സ്വാഭാവികമായിട്ട് കഴിക്കുന്നത്. പിന്നെ നമ്മൾ വളരെ അപൂർവമായിട്ട് പിന്നെ വരുന്ന ഒരു രീതി ലേഹ്യമാണ്. ഇങ്ങനെ നാവ് കൊണ്ട് നക്കി എടുക്കുന്നത്. അത് കൂടുതലും ഇപ്പോൾ ഈ പട്ടി പോലുള്ള മൃഗങ്ങളാണ്, നാക്ക് ഉപയോഗിച്ച് കഴിക്കുന്ന മൃഗങ്ങളാണ് അത് കൂടുതൽ. പട്ടി എങ്ങനെ പോയാലും നക്കി കഴിക്കും. അപ്പം നമ്മൾ നക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി സദ്യയ്ക്ക് പോകുമ്പോൾ ഇലയിൽ പായസം മേടിച്ചാൽ ഒന്ന് നക്കും. കാര്യം അല്ലാതെ നിവൃത്തിയില്ല, ഇങ്ങനെ നക്കി കഴിക്കാം. അപ്പോൾ വളരെ അപൂർവം അച്ചാറൊക്കെ ഒന്ന് നക്കും. അല്ലാതെ നമ്മൾ ഒരു ഭൂരിപക്ഷം സാധനവും നമ്മൾ നക്കിയല്ല കഴിക്കുന്നത്. എങ്കിലും നാവ് കൊണ്ട് നക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി അങ്ങനെ കൊടുക്കുക. പിന്നെ ഉള്ളത് നമ്മൾ സാധാരണ ചെയ്ത പേയം കുടിക്കുന്നത്, നമ്മൾ വെള്ളം കുടിക്കുന്ന അത്തരം കാര്യം. ഈ 4 തരത്തിലാണ് നമ്മൾ നമ്മുടെ വൈശ്വാനരന് നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയിലേക്ക് നമ്മൾ ഈ ഹവിസ് അർപ്പിക്കുന്നത്. ഇതൊരു ഹവിസിൻ്റെ പ്രവർത്തനമാണെന്നുള്ള കാര്യം മാത്രം നമ്മൾ മറക്കരുത്. എന്നിട്ട് ഇനി ഏതൊരു ഭക്ഷണവും ഏതൊരു ഭോജ്യവും, നമ്മൾ ഭോജ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഏതൊരു ഭോജ്യവും അല്ലെങ്കിൽ പേയവും, നമ്മൾ വെള്ളവും കുടിക്കുന്നുണ്ട്. അപ്പോൾ ഭോജ്യവും പേയവുമായ വസ്തുക്കളെ സംബന്ധിച്ച് ശ്രീരാമകൃഷ്ണദേവൻ നൽകുന്ന ഒരു ഉപദേശമാണ് ഇനി പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഇത് സംബന്ധിച്ചൊരു ഉപദേശം പറയുന്നുണ്ട്. അതായത് ഈ സദ്യ നടക്കുന്ന സ്ഥലത്ത്, ഈ ഭക്ഷണത്തിൻ്റെ രീതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സദ്യ നടക്കുന്നിടത്ത് ചെന്നാൽ ഇതിൻ്റെ പ്രവർത്തനം നമുക്ക്, ഈ വൈശ്വാനരൻ എങ്ങനെയാണ് ഓരോരുത്തരുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സദ്യ നടക്കുന്ന സ്ഥലത്ത് പോയാൽ അറിയാൻ പറ്റും. അത് കൃത്യമാണ്. എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് അടുത്ത് നടക്കുന്ന സംഭവം എന്താണ്? ഒരു ബഹളമാണ്. ഓടി ഇടിച്ച്, ഇദ്ദേഹത്തെ ആണെങ്കിൽ ഇദ്ദേഹത്തെ ഒന്നും എനിക്ക് ഒരു പരിചയമില്ല, ഇടിച്ച് തള്ളി ഞാനങ്ങ് എവിടെ സദ്യാലയത്തിനകത്തോട്ട് കയറുകയാണ്.
അപ്പോഴാണ് അവർ ഇത് വിളമ്പുന്നിടത്ത് അടച്ചു വെക്കും. പിന്നെ അവിടെ ഒരു ജനക്കൂട്ടം, പിന്നെ ഇല പിടിക്കാനുള്ള കൂട്ടം. അപ്പോൾ എനിക്ക് മാത്രം ഇല പിടിച്ചാൽ പോരാ, എൻ്റെ കൂടെ വന്നവർക്ക് കൂടെ ഇല വേണം. അവിടെ ഞാൻ ഇങ്ങനെയൊക്കെ കാലും വേണമെങ്കിൽ മുണ്ടൂടെ അഴിച്ചങ്ങ് നിരത്തിയിട്ട്, കണ്ടിട്ടില്ലേ, ഇല പിടിക്കും. ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇവിടെ അപ്പോൾ നീ ആളെ അവിടെ ഇരിക്കാൻ പറയും, ഒരു തള്ള അങ്ങോട്ട്, എന്നിട്ട് ഞാൻ കയറി അവിടെ ഇരിക്കുക. ഇങ്ങനെ പ്രശ്നമാണ്. ആദ്യത്തെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ കഥയും നമ്മൾ അനുഭവിക്കുന്ന കഥയും ഒന്നാണെന്ന് പറഞ്ഞു. ഇത് സാധാരണഗതിയിൽ ഭോജ്യത്തിൻ്റെ തുടക്കം ഇത് തന്നെയാണ്, ഈ ആക്രാന്തം. പിന്നെ അന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇത് പറയുന്ന സമയത്തെന്ന് വെച്ചാൽ അന്നൊക്കെ ഈ സമൂഹ സദ്യയും സർവാണി സദ്യയൊക്കെ കൂടുതലുള്ള കാലമാണ്. കാര്യം ആരും അധികം വീട്ടിലൊന്നും അന്ന് കിട്ടുന്ന കാലമല്ല, എല്ലാവരും വീട്ടിൽ ആഹാരം കഴിക്കാൻ വളരെ കുറവാണ്. ഇതുപോലുള്ള സമൂഹ സദ്യയും പണ്ടില്ല, ഇപ്പോൾ രാജാവ് ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കുന്നു, അല്ലെങ്കിൽ സർവാണി സദ്യ കൊടുക്കുന്നു, സദ്യസ്ഥലത്താണ് ആളുകൾ കൂടുതൽ. അപ്പം നമുക്കിവിടെ ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളവിടെ ദേവീക്ഷേത്രത്തിൽ ഇപ്പം നവരാത്രി നടക്കുകയാണ്. അപ്പോൾ ഈ 9 ദിവസവും രാത്രി കഞ്ഞി ആണ് വിളമ്പുന്നത്. എൻ്റെ ദൈവം, എന്തോ ഒരു ക്യൂ ആണ് ആളുകളുടെ, ആ കഞ്ഞി കുടിക്കാനുള്ള. അപ്പോൾ ഇന്നലെ അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞിട്ട്, ഒരു അമ്മ പറഞ്ഞ, വീട്ടിൽ അവന് ഞാൻ കഞ്ഞി കൊടുത്ത അവൻ അതെടുത്ത് എൻ്റെ മുഖത്തെറിയും. ഒരമ്മ പറഞ്ഞതാണ്. മകൻ ഇങ്ങനെ ഇടിച്ച് തള്ളി കഞ്ഞി കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ്, വീട്ടിൽ വെച്ച് ഞാൻ അവനെങ്ങാനും കഞ്ഞി വിളമ്പി കൊടുത്താൽ അവനതെടുത്ത് മുഖത്തെറിയും. കാര്യം കഞ്ഞി കുടിക്കില്ല. ആ കഞ്ഞി കുടിക്കാത്ത ആളാണ് ഇവിടെ കഞ്ഞി വിളമ്പുന്നിടത്ത് ഇടിയോടിടിയാണ്, ഇടിച്ച് തള്ളി കഞ്ഞി കുടിക്കുക. പിന്നെ വിളമ്പുന്നിടത്ത് വീട്ടിലാണെങ്കിൽ വിളമ്പുമ്പോൾ ഈ ചോറ് കറികളൊക്കെ വെക്കാൻ പ്രത്യേകം പാത്രവും സ്ഥലവും വേണം, നിർബന്ധമാണ്. എല്ലാം കൂടെ ഒന്നിലിട്ട് കൊടുത്ത് ആരെങ്കിലും കഴിക്കുമോ? അവിടെ അങ്ങനെ പറ്റുള്ളൂ. കാര്യം ഒരു പാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യൂ നിൽക്കുകയാണ്. സാമ്പാർ ഒഴിച്ച്, അതിൻ്റെ പുറത്ത് അവിയലൊഴിച്ച്, ഇതെല്ലാം കൂടെ ഒറ്റ എണ്ണത്തിൽ ഒഴിച്ച് ആകെ കൂടെ കഴിഞ്ഞ് അതിൻ്റെ പുറത്തൊരു പപ്പടവും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ കൂലുന്നു. ഒരു കുഴപ്പമില്ല. അപ്പുറത്തോട്ട് മാറി നിന്ന് സ്വാദോടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വീട്ടിൽ പറ്റില്ല. അപ്പോൾ ഈ ഭഗവാൻ പറഞ്ഞാണ്, ഈ സദ്യ നടക്കുന്ന സ്ഥലത്ത് ചെന്നാൽ അറിയാം ഈ ബഹളം. അത് ഈ ജഹരാഗ്നിയുടെ, ഈ അകത്തിരിക്കുന്ന ആ വൈശ്വാനരനെ തൃപ്തിപ്പെടുത്താനുള്ള നമ്മുടെ സ്വതവേയുള്ള നമ്മുടെ ഒരാവേശമാണത്. എന്നിട്ട് ഭഗവാൻ പിന്നെയും പറയുന്നുണ്ട്, ഇനി അകത്ത് ചെന്ന് ഇരുന്നാലോ, അവിയൽ കൊണ്ടുപോവാ, അച്ചാർ കൊണ്ടുപോവാ, പിന്നെ വിളിയാണ് ഓരോരുത്തർ. കാര്യം ചിലതിൽ നമ്മളെ തീർന്നു പോകുമ്പോൾ അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആളുകൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, അത് വേണോ ഇത് വേണോ, ഇങ്ങനെ ഒരു ബഹളമാണ്. ഏതാണ്ട് സദ്യയുടെ ഒരു പകുതി കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങും. പിന്നെ പതുക്കെ ഞെരുങ്ങലായി പിന്നെ ചെറിയ ശബ്ദമേ ഉള്ളൂ. കാര്യം വെച്ചാൽ അകത്ത് ജഗരാഗ്നിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ശാരീരിക ശേഷി കുറയാൻ തുടങ്ങും. പിന്നെ പായസവും കൂടെ ആകുമ്പോഴേക്കും ഒരുമാതിരി തലയ്ക്ക് പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നായി, അല്ലേ? പായസം കൂടെ കഴിഞ്ഞ് ക്ലീൻ, പിന്നെ നമുക്ക് അനക്കമില്ല. ഈ നേരത്തെ ഓടിയ നമ്മൾ ഈ സദ്യ കഴിഞ്ഞിട്ടൊന്ന് ഓടുമോ? എവിടെ ഓടാൻ? ഇങ്ങനെ ആകെ 10 പിടിച്ച് വീട്ടിൽ ചെന്നാൽ പിന്നെ അന്ന് ഒരു പരിപാടിയും നടക്കില്ല. പറയുന്നത് ഇന്നൊരു സദ്യ ഉണ്ട്, ഇനി ഒന്ന് ഉറങ്ങട്ടെന്ന്. അപ്പോൾ ഇതാണ് ജഹരാഗ്നിയുടെ ഒരു പ്രവർത്തനമായിട്ട് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇത്, നമ്മൾ ഈ ജഹരാഗ്നിയെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരം അനുഷ്ഠിക്കുന്ന കലാപരിപാടികളാണ്. ഈ ജഹരാഗ്നിയെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും നമ്മുടെ ആയുസ്സും ആരോഗ്യവും. അതായിരിക്കണം നമ്മുടെ എപ്പോഴുമുള്ള ഒരു പ്രധാന ശ്രദ്ധയായിരിക്കണമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്നിട്ട് ഇത് ഒരുപാടുണ്ട് ഇങ്ങനെ. പിന്നെ ഈ ഉള്ളിലുള്ള വൈശ്വാനരൻ തൃപ്തനായി എന്നതിൻ്റെ ലക്ഷണം ആ അഗ്നിയിൽ ദഹനം ആരംഭിക്കുകയായി. ഈ വൈശ്വാനരൻ തൃപ്തിയാകുന്നു എന്ന് പറയുന്നിടത്താണ് ഭക്ഷണം നമുക്ക് പിന്നെ വേണ്ട, ഇപ്പം കഴിക്കാൻ സ്ഥലമില്ല, ഒരു പഴം പോലും ഇനി കഴിക്കാൻ പറ്റില്ല. നമ്മളൊരിടത്ത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറ് നിറഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ നിർബന്ധം പിടിച്ചാലും നമുക്ക് ഒരു കഷ്ണം, ഒരു പഴം പോലും, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു വറ്റ് പോലും നമുക്ക് ഇറങ്ങില്ല. തീർച്ചയായും നമ്മൾ കഴിക്കില്ല. ഇത് എത്ര നേരത്തേക്കാണ്? ഒരു വയറ് ഫിറ്റായി, നമ്മൾ വല്ലാതെ ആഹാരം കഴിച്ച് വയറങ്ങ് ഫിറ്റായി, ഇനി ഇറങ്ങില്ല. എത്ര നേരത്തേക്ക്? ഇതിപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ വൈകുന്നേരം ഒരു 4:30-5 മണിയായാൽ ചായ കുടിക്കണം. അപ്പോൾ ഈ ചായ കുടിക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്നാക്സ് കഴിക്കാനുള്ള ആ ത്വര, ഈ രാവിലെ ഉച്ചയ്ക്ക് കഴിച്ച് ഇത്രയും വലിയ സദ്യ കഴിച്ചിട്ട്, ഇത്രയും വയറ് പുട്ട കഴിച്ചിട്ട്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇനി ജീവിതത്തിൽ എനിക്കിനി ഭക്ഷണമേ കഴിക്കാൻ പറ്റില്ലെന്ന് തോന്നും.
അത്രമാത്രം നമ്മൾ ഭക്ഷണത്തെ വേണ്ടെന്ന് നോക്കും. പക്ഷേ ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും നമ്മൾ ചായ കിട്ടാത്തതിൻ്റെ പുറത്തായി വേവലാതി. ഒരു ചായ കിട്ടാത്തതുകൊണ്ട് ക്ഷീണമായി, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാത്തതുകൊണ്ട് ക്ഷീണമായി, മറ്റേത് ഉണ്ട് ക്ഷീണമായി, ഇപ്പം ചായ കുടിക്കാതെ ക്ഷീണമായി. ഇനി ഇത് തന്നെ വൈകിട്ടാകുമ്പോൾ വീണ്ടും അത്താഴം താമസിക്കും തോറും വീണ്ടും എങ്ങനെയാണ് ഈ നിറവുണ്ടായ നമ്മൾ വേണ്ടാന്ന് നമ്മൾ ചിന്തിച്ച വസ്തു പിന്നെയും പിന്നെയും നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ജഠരാഗ്നിയുടെ പ്രത്യേകത, വൈശ്വാനരൻ്റെ പ്രത്യേകത. എപ്പോഴും അത് ഇങ്ങനെ അകത്തേക്ക് നമ്മളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും, ഒരിക്കലും അടങ്ങുന്നില്ല. അത് ഈ പ്രാണൻ പോകുന്നത് വരെ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രാണൻ പോകുന്നത് വരെ. പലപ്പോഴും കഴിക്കാൻ പറ്റാത്ത ഈ ട്യൂബിലൂടെയൊക്കെയാണ് പിന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളവരിൽ പോലും ഈ ഉള്ളിലുള്ള ഈ പ്രാണൻ്റെ ഈ ആവേശമുണ്ടല്ലോ, അതൊരിക്കലും കെട്ടടങ്ങുന്നില്ല. പക്ഷെ അയാൾക്ക് പറ്റാതെ പോകുന്നതുകൊണ്ടാണ്. ഇപ്പം നടക്കാൻ പറ്റാതെ നമ്മൾ കിടക്കുന്ന ഒരു രോഗിയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ തന്നെയാണ് അയാളുടെ താല്പര്യം. പക്ഷെ നിർവാഹമില്ലാത്തത് കൊണ്ട് കടന്നു പോകുന്നതാണ്. ഇതാണ് ഈ ഭക്ഷണത്തോടുള്ള വിരക്തിയല്ല അവിടെ സംഭവിച്ചത്. നമ്മുടെ നമ്മുടെ ഒരു കഴിവുകേടാണ് അവിടെ സംഭവിക്കുന്നത്. നിസ്സഹായത കൊണ്ടാണ് നമ്മളിത് പലപ്പോഴും ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റാതായി പോകുന്നത്. അതുകൊണ്ടാണ് അത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇത് നമ്മൾ ഈ ഉള്ളിലുള്ള ആ അഗ്നിയെ, ഉള്ളിലുള്ള ആ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്ന ഒരു ഹോമം എന്നുള്ള ഘടനയിൽ നമ്മൾ അനുഷ്ഠിച്ചു പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാവില്ല. നമ്മളൊരു ഈശ്വരീയമായ ഒരു കർമ്മമാണ് നിർവഹിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ആഹാരത്തെ സമീപിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നീട് ഈ ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുണ്ടാകുന്ന വയ്യായികൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. കാര്യം വൈശ്വാനരൻ അതിൽ ശക്തനാണ്. വൈശ്വാനരൻ ശക്തി ആയതുകൊണ്ടാണ് വീണ്ടും 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 എന്തൊക്കെ ഭക്ഷിച്ചാലും വീണ്ടും വീണ്ടും കൊണ്ടുപോകാമെന്ന് പറയുന്നത്. ആ ശക്തിയെ നമ്മുടെ ഈശ്വരോന്മുഖമായ ഒരു ഘടനയിലേക്ക് വൈശ്വാനരൻ്റെ ശക്തിയെ കൺവെർട്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആ പ്രാണന് ശക്തി വരുന്നത്, ആത്മാവിന് ശക്തി വരുന്നത്. അല്ലാത്തടത്താണ് നമ്മൾ തളർന്നു പോവുകയും ക്ഷീണിതനാകുകയും നമ്മൾ വയ്യാതാകുക, പിന്നീട് മറ്റുള്ളവർക്ക് ഭാരമായി തീരുക, മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാകുക. ഇത്തരം ഇതിലേക്ക് പോകുന്നത് ഈ ഭക്ഷണത്തെ നമ്മളൊരു യജ്ഞമായി കാണാത്തത് കൊണ്ടാണെന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞതാണ്. ഇനി ഈ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ആഹാരം നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന ആഹാരമാണ്. ഒരാളുടെ ശാന്ത സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാനും ഒരാളെ കൂടുതൽ ഒരു ക്രൂരമായ അവസ്ഥയിലേക്ക് നയിക്കാനും ആഹാരത്തിന് സാധിക്കും. അത് അയാൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രീതിയാണ്. അത് നമ്മൾ പരീക്ഷിച്ചാൽ അറിയാം. ഓരോ വിഭാഗത്തിലും നമ്മൾ അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ആളുകളെ നമ്മൾ സമീപിക്കുമ്പോൾ ഒരാളുടെ ഭക്ഷണ രീതി ആയിരിക്കും അയാളുടെ സ്വഭാവം, അയാളുടെ എല്ലാ സ്വഭാവവും. എന്താണോ അയാൾ കഴിക്കുന്നത് അതാണ് അയാളുടെ സ്വഭാവമായിട്ട് മാറുക. അല്ലാതെ അതൊരു ഹെറിഡിറ്ററി ആയിട്ട് വന്ന അല്ലെങ്കിൽ നമ്മുടെ ജീനിൽ കടന്നു വന്ന ഒന്നും അല്ല. ഈ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് സ്വഭാവം. ഹെറിഡിറ്ററി ആയിട്ട് ജീനിൽ വന്നതായിരുന്നുവെങ്കിൽ മഹാത്മാഗാന്ധിയുടെ മക്കളെല്ലാം മഹാത്മാഗാന്ധിയെ പോലെ ആയിരിക്കണമായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ല. ശരിയല്ലേ? വിവേകാനന്ദ സ്വാമിയുടെ തന്നെ എടുക്കുക. വിവേകാനന്ദ സ്വാമിയുടെ സഹോദരങ്ങളെല്ലാം വിവേകാനന്ദ സ്വാമിയെ പോലെ ആവണമായിരുന്നു. ഹെറിഡിറ്ററി ആയിരുന്നെങ്കിൽ ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കളല്ലേ. അതിൽ വിവേകാനന്ദ സ്വാമി മാത്രം അങ്ങനെ മാറിപ്പോയി. ബാക്കി എല്ലാവരും വളരെ വല്ലാത്ത അവസ്ഥയിലേക്കും വലിയ വിപ്ലവകാരികളും ഒക്കെ ആയി മാറിയ പല തരത്തിലും ജീവിതത്തിൽ ഇതായി മാറിപ്പോയവരാണ് സഹോദരങ്ങൾ രണ്ടുപേരും. അപ്പോൾ സ്വാമിജി മാത്രം എങ്ങനെയാണ് ഈ ഒരു സാത്വിക ഭാവത്തിലേക്ക് മാറിയത്? ഇപ്പോൾ നേരത്തെ ഇവിടെ ലാട്ടു മഹാരാജിനെ കുറിച്ചു, എവിടെ ജനിച്ചെന്നറിയില്ല, ആരാണെന്നറിയില്ല, സ്വന്തം പേരറിയില്ല, ഒന്നും അറിയാത്ത ഒരാൾ. എത്രയോ ചെറുപ്പത്തിൽ ഇടയനായിരുന്നു എന്ന് മാത്രം എങ്ങാണ്ട് ഓർമ്മയിൽ. അയാൾ ആകെ ചെയ്ത ജോലി കുട്ടിക്കാലത്ത് ആടുകളെ മേയ്ക്കാൻ പോയിട്ടുണ്ടെന്ന് മാത്രമേ അയാൾക്ക് അറിയാവൂ. ബീഹാറിൽ അത് അയാളുടെ അച്ഛനും അമ്മയോ ഒന്നും ആരും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ വേറൊരാൾ, അയാളുടെ അച്ഛൻ്റെ സഹോദരൻ തന്നെ കൽക്കട്ടയിൽ കൊണ്ടുവന്ന് രാമചന്ദ്രയുടെ വീട്ടിൽ വേലയ്ക്ക് നിർത്തി. അവനിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആത്മീയ സാക്ഷാത്കാരത്തിൻ്റെ വഴിയുണ്ടായത്? അപ്പോൾ അത് ഹെറിഡിറ്ററിയാണ്.
ഇപ്പം ഹെറിഡിറ്ററി അല്ല. ലാട്ടു മഹാരാജിന് എന്താണോ ആ അനുഷ്ഠിച്ചത് അതിൻ്റെ ഫലമാണ്, ആ ലാട്ടു എന്ന് പറയുന്ന പയ്യൻ അനുഷ്ഠിച്ചതിൻ്റെ ഫലമാണ് അവനിൽ പ്രവർത്തിച്ചത്. അത് ഈശ്വരൻ്റെ ഒരു സാമീപ്യവും കൂടെ കിട്ടിയപ്പോൾ സമ്പൂർണ്ണമായി. അതുകൊണ്ടാണ് അത്ഭുതാനന്ദ സ്വാമികളായി മാറിയത്. അത്രയും ആ 16 പേരിൽ ഇത്രയും അത്ഭുതകരമായ ഒരു സ്വാമി വേറെ ഇല്ല. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറയുന്നത്, എന്തെങ്കിലും സംശയങ്ങൾ ആളുകൾ ചോദിക്കുമ്പോൾ വിവേകാനന്ദ സ്വാമി പറയും, വിവേകാനന്ദ സ്വാമിക്ക് അറിയാത്ത സംശയം. നമുക്ക് വിവേകാനന്ദ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത വരേണ്യനാണ്. അപ്പം വിവേകാനന്ദ സ്വാമിക്ക് സംശയമുണ്ടെങ്കിൽ അതിനുത്തരം ചോദിക്കുന്നവരോട് അതിനുത്തരം പറയില്ല. പകരം പറയുന്നത് ലാട്ടുവിനോട് ചോദിക്കാൻ പറയും. അത്രമേൽ വിവേകാനന്ദ സ്വാമി വരെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു വലിയ സന്യാസി വര്യനായിട്ട് പോയി. കാര്യം ഈശ്വരനെ അതേപോലെ ഉൾക്കൊള്ളുകയായിരുന്നു ലാട്ടു മഹാരാജ്. മറുത്തൊന്നും വേറെ രണ്ടാമതൊരു ചിന്തയില്ല. ശ്രീരാമകൃഷ്ണദേവനെ അതേപോലെ അങ്ങ് ഉൾക്കൊള്ളുക. അക്ഷരാർത്ഥത്തിൽ നീ വെറുതെ ഭക്ഷണം കഴിച്ച് സമയം കളയുകയാണ്, ഉറങ്ങി സമയം കളയുകയാണ്, വെറുതെ കിടന്ന് ഉറങ്ങി സമയം കളയുകയാണെന്ന് ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവൻ ലാട്ടു മഹാരാജിനെ ലാട്ടു വഴക്ക് പറഞ്ഞു. 45-50 ദിവസം കഴിഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണദേവൻ നോക്കുമ്പോൾ ലാട്ടു അവശതയിലായി. അന്വേഷിച്ചപ്പോഴാണ് അന്ന് വഴക്ക് പറഞ്ഞതിൽ പിന്നെ ലാട്ടു ഉറങ്ങിയിട്ടേയില്ല. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, നീ എന്താണ് ഉറങ്ങാത്തത് സമയത്ത്? അങ്ങല്ലേ പറഞ്ഞത് ഉറങ്ങരുതെന്ന്. ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതിയാണ് അനുസരിക്കുന്നത്. ഒരിക്കൽ ലാട്ടു മഹാരാജ് വിവേകാനന്ദ സ്വാമി വിദേശത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. വിദേശത്ത് വന്ന് ബലൂർ മഠത്തിൽ വലിയ എല്ലാ സന്യാസി സഹോദരങ്ങളെല്ലാവരും സ്വീകരിക്കുകയൊക്കെ ചെയ്തു. കാര്യം വിദേശത്ത് പോയി വിശ്വവിജയിയായിട്ട് തിരിച്ചു വന്ന നമ്മുടെ ചിക്കാഗോ പ്രസംഗത്തിലൂടെയൊക്കെ വലിയ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സന്യാസിയായി മാറിക്കഴിഞ്ഞ് അത്രയും പ്രശസ്തനായി കഴിഞ്ഞ ശേഷം വിവേകാനന്ദ സ്വാമി ബലൂർ മഠത്തിൽ വരുമ്പോൾ എല്ലാ സന്യാസി വര്യന്മാരും സന്യാസി സഹോദരങ്ങളും ഒക്കെ സ്വീകരിക്കാനും കൂടെ നിൽക്കാനും അനുഭവങ്ങൾ ചോദിച്ചറിയാനും പങ്കിടാനും ഒക്കെ സന്തോഷം കൊണ്ട് എല്ലാവരും കൂടെ ഉണ്ട്. ലാട്ടു മാത്രം പോയില്ല. ലാട്ടു പുറത്ത് മാറി ഇരിക്കുകയായിരുന്നു, അങ്ങോട്ടൊന്നും പോയേയില്ല. അവസാനം ലാട്ടുവിനെ കാണാത്തത് കൊണ്ട് വിവേകാനന്ദ സ്വാമി നേരെ ലാട്ടുവിൻ്റെ അടുത്തേക്ക് ചെന്ന്, നീ എന്താ എന്നെ കാണാൻ വരാഞ്ഞെന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങിപ്പോൾ വലിയ ആളല്ലേ, എനിക്ക് എങ്ങനെ അങ്ങയുടെ അടുത്തെത്താൻ പറ്റും എന്ന് ചോദിച്ചു. അത് അത്രമേൽ വിവേകാനന്ദ സ്വാമി കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു പോയി എന്നാണ്. അതേപോലെ ഒരിക്കൽ ലാട്ടു ഒരു സംശയം വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ചു. ഏതോ ആധ്യാത്മിക കാര്യത്തിൻ്റെ ഒരു സംശയം ചോദിച്ചു. വിവേകാനന്ദ സ്വാമി വേറെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ചോദിച്ചത് കൃത്യമായി കേട്ടില്ല. അപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ലാട്ടു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എന്നെപ്പോലെ ഉള്ളവർക്ക് മനസ്സിലാവാത്ത എന്ത് ആധ്യാത്മികതയാണ് നിങ്ങൾ ഈശ്വരനായിട്ട് പങ്കിടുന്നതെന്ന് ചോദിച്ചു. കാരണം ഈശ്വരോന്മുഖമായ ഒരു കാര്യം ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ഈശ്വരീയമായ കാര്യത്തിന് ഒരു വിലയുമില്ല എന്നാണ് ലാട്ടു പറഞ്ഞത്. അല്ലേ, ശരിയല്ലേ? ഈശ്വരീയമായ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവണം. അത് പണ്ഡിതനായാലും പാമരനായാലും ധനികനായാലും വളരെ ദരിദ്രനായാലും എല്ലാവർക്കും സമാനമാണ്. നാരായണൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവണം. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം മനസ്സിലാകുന്നതല്ല ഈശ്വരീയത എന്നാണ് ലാട്ടു എന്ന് പറഞ്ഞത്. അന്ന് മുതലാണ് വിവേകാനന്ദ സ്വാമി സൂക്ഷിക്കാൻ തുടങ്ങി സംസാരിക്കുന്നതിൽ. വിവേകാനന്ദ സ്വാമി ഇത്രയും വിശ്വവിജയിയായെങ്കിലും ഇതുപോലൊരു പാഠം ആദ്യമായിട്ടാണെന്നാണ്. ഒരിക്കൽ വിവേകാനന്ദ സ്വാമിയായിട്ട് എന്തോ ഇവിടെ സഹോദര സന്യാസിമാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ എന്തോ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് ലാട്ടു പിണങ്ങി നേരെ ബൽറാം ബസുവിൻ്റെ വീട്ടിലേക്ക് പോയി. ബൽറാം ബസുവിൻ്റെ വീട്ടിൽ പോയി അവിടെ താമസിച്ചു. അപ്പോൾ പായും ബാഗും ഒക്കെ എടുത്തുകൊണ്ടാണ് പോയത്. വിവേകാനന്ദ സ്വാമി എന്നിട്ട് രാത്രി തിരിച്ചു വരാഞ്ഞത് കണ്ടിട്ട് വിവേകാനന്ദ സ്വാമി ബൽറാം ബസുവിൻ്റെ വീട്ടിൽ പോയി ലാട്ടുവിൻ്റെ പായും തലയോണയും ബാഗും എല്ലാം കൂടെ സ്വന്തം തലയിൽ വെച്ച് നടന്നാണ് തിരിച്ച് ബലൂർ മഠത്തിൽ വന്നത്, വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അവർ തമ്മിൽ അത്രയും വലിയ ഹൃദയബന്ധമുള്ള ആളാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇതെവിടെ വെച്ചാണോ നമ്മൾ തിരിഞ്ഞത് എന്ന് എനിക്കിപ്പോൾ വിട്ടുപോയി. നമ്മൾ എവിടെയോ വെച്ചാണ് ലാട്ടുവിലേക്ക് കയറി വന്നത്, അല്ലേ?